ജീവിതത്തിൽ യാദൃശ്ചികമായി പരിചയപ്പെടുന്ന ചില വ്യക്തികൾ നമ്മളുടെ ഇതുവരെയുള്ള ചിന്തകളെ തന്നെ മാറ്റിമറിക്കാം. ഇന്നത്തെ യാത്ര അങ്ങനെ ഒരാളെ തേടിയിട്ടാണ്. നമ്മുടെ കണ്ണറയിലുള്ള മാലതി ടീച്ചറെ തേടിയിട്ട്. മൈ നെയിം ഇസ് ഷിജോരാജ്. വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. തനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും മനസ്സുള്ള ടീച്ചറെ കുറിച്ച് ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. വർഷങ്ങളോളം നമ്മുടെ കണ്ണാറ സ്കൂളിലാണ് ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. ഇതാണ് ഞാൻ അന്വേഷിച്ചു വന്ന എൻ്റെ മാലതി ടീച്ചറുടെ വീട്. ഇവിടെ ടീച്ചർ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ടീച്ചർ കണ്ട ആ സ്വപ്നമാണ് എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചത്. പ്രായമാവുമ്പോൾ ഒറ്റപ്പെടുകയും അവശത അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളെ സഹായിക്കണമെന്ന ടീച്ചറുടെ സ്വപ്നമാണ് ടീച്ചർ ഇഷ്ടദാനമായി കൊടുത്ത സ്ഥലത്ത് മാതൃസദനം എന്ന പേരിൽ തല ഉയർത്തി നിൽക്കുന്നത്. അത് 25ഓളം അമ്മമാർക്ക് ഇന്നൊരു ആശ്രയ കേന്ദ്രമാണ്. അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരെ കാണാൻ പോകുന്നു എന്ന ചിന്ത എൻ്റെ മനസ്സിനെ നിശബ്ദമാക്കി. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചിരിച്ചുകൊണ്ടാണ് അവർ ഞങ്ങളെ സ്വാഗതം ചെയ്തത്. അവരിൽ മിക്കവരും ഈ ഒരു ജീവിതത്തെ ഇങ്ങോട്ട് തേടി വന്നവരാണ്. അവരെ പരിചയപ്പെട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവരെടുത്ത തീരുമാനം 100% ശരിയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നിധി കാക്കുന്ന ഒരു ഭൂതത്തെ പോലെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട വീട്ടിൽ താമസിക്കാതെ സമചിന്തകളുള്ള ആളുകളോടൊപ്പം ചിരിച്ചും തമാശകൾ പറഞ്ഞും ഇവിടെ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ശരി. കുറേ നേരം സംസാരിച്ചിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശകൾ പറഞ്ഞ് ലാസ്റ്റ് പാട്ട് പാടാതെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന അവസ്ഥ എത്തി. ഞാൻ, രഞ്ജിത്ത്, അരുൺ, മെജോ 4 പേരാണ് പോയത്. ഞങ്ങളെ സംബന്ധിച്ച് പാട്ടിൻ്റെ ABCD അറിയില്ല. അവസാനം മെജോ ഞങ്ങളുടെ രക്ഷയ്ക്കെത്തി. അകത്തെ ബഹളങ്ങളെല്ലാം മാറി കുറേ നേരം ഒറ്റയ്ക്ക് ഞാൻ ഈ വരാന്തയിൽ വന്നിരുന്നു. പണം സമ്പാദിക്കുന്ന കുറേ ആളുകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പണം സമ്പാദിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് പഠിപ്പിച്ചിരുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ. അത്തരത്തിലൊരാളെ എന്നെ സംബന്ധിച്ച് മാലതി ടീച്ചർ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പണം സമ്പാദിക്കണം. അതിൽ നിന്നൊരു വിഹിതം നമുക്ക് ചുറ്റുമുള്ള അവശത അനുഭവിക്കുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ വിനിയോഗിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ആ പണത്തിന് യാതൊരു വാല്യൂവും ഞാൻ കണക്കാക്കുന്നില്ല. ഇതെന്നെ പഠിപ്പിച്ചത് മാലതി ടീച്ചറാണ്. അവിടെ നിന്നിറങ്ങുമ്പോൾ മനസ്സ് ശാന്തമായിരുന്നു. ആരുടെയും മുഖങ്ങൾ കാണിക്കുന്നില്ല. നിങ്ങൾക്കും ഇവിടെ വന്ന് ഇവരെയൊക്കെ പരിചയപ്പെടാവുന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം അവരിൽ ഒരാളാണ് ഞാനും.